നമസ്കാരം. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ശിലയായി നിലകൊള്ളുന്ന സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ സുതാര്യതയും വിശ്വാസ്യതയും ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ശ്രദ്ധേയമായ രണ്ട് സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. സമീപകാലത്തെ പ്രധാന തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച് വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും സിവിൽ സൊസൈറ്റിയിൽ നിന്നുമൊക്കെ തന്നെ ഉയർന്നു വന്ന ആശങ്കകൾക്കും വിമർശനങ്ങൾക്കുമുള്ള ക്രിയാത്മകമായിട്ടുള്ള മറുപടിയായാണ് ഈ മാറ്റങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. വോട്ടെണ്ണൽ മാനദണ്ഡങ്ങളിലെ ഏകീകരണവും വോട്ടർ പട്ടിക പരിപാലനത്തിലെ ഡിജിറ്റൽ സുരക്ഷാ സംവിധാനവുമാണ് ഈ പരിഷ്കാരങ്ങളിൽ പ്രധാനം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഏറ്റവും പുതിയതും വോട്ടെണ്ണൽ പ്രക്രിയയിൽ ദൂരവ്യാപകമായ സ്വാധീനം ചെലുത്തുന്നതുമായിട്ടുള്ള നിർദ്ദേശം ഇതാണ്. എല്ലാ പോസ്റ്റൽ ബാലറ്റുകളും പൂർണ്ണമായിട്ട് എണ്ണിത്തീരുന്നത് വരെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ എണ്ണൽ അത് ഒരു കാരണവശാലും ആരംഭിക്കരുത്. വരാനിരിക്കുന്ന കേരളം, ബീഹാർ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഈ മാനദണ്ഡം പ്രാബല്യത്തിൽ വരും. 2019 പൊതു തെരഞ്ഞെടുപ്പ് മുതൽ പ്രതിപക്ഷ മുന്നണികളിലെ പ്രമുഖ പാർട്ടികളായിട്ടുള്ള DMKയും കോൺഗ്രസും ഉൾപ്പെടെയുള്ളവർ ഈ ആവശ്യം ശക്തമായി ഉന്നയിച്ചിരുന്നു. നേരത്തെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങുകയും അത് പൂർത്തിയാകും മുൻപ് തന്നെ പലപ്പോഴും ഏതാനും റൗണ്ടുകൾക്ക് ശേഷം EVM വോട്ടെണ്ണൽ ആരംഭിക്കുകയും ചെയ്തതായിരുന്നു രീതി. ഈ രീതിക്കെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാന ആശങ്ക പോസ്റ്റൽ വോട്ടുകളുടെ കൃത്യമായ എണ്ണവും ഫലങ്ങളും അറിയുന്നതിന് മുൻപ് EVM ഫലങ്ങൾ പുറത്തു വരുന്നത് മൊത്തത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതായിരുന്നു. കൂടാതെ 85 വയസ്സിന് മുകളിലുള്ള പൗരന്മാർക്കും അവശ്യ സർവീസ് വിഭാഗങ്ങൾക്കും പോസ്റ്റൽ വോട്ട് സൗകര്യം ലഭ്യമാക്കിയതോടെ അത്തരം ബാലറ്റുകളുടെ എണ്ണം മുൻപത്തേക്കാൾ വളരെ അധികമായി വർദ്ധിച്ചു. ഈ സാഹചര്യത്തിൽ എല്ലാ പോസ്റ്റൽ ബാലറ്റുകളും ആദ്യം എണ്ണി തിട്ടപ്പെടുത്തുന്നത് എണ്ണൽ പ്രക്രിയയുടെ സുതാര്യത ഉറപ്പാക്കാനും വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം കൃത്യമായിട്ട് പ്രഖ്യാപിക്കാനും അതിലൂടെ കള്ളവോട്ടിനുള്ളതോ ക്രമക്കേടുകൾക്കുള്ള സാധ്യതയും ഇല്ലാതാക്കാനും സഹായിക്കും. 6 വർഷക്കാലമായി പ്രതിപക്ഷം ഉയർത്തിയ ഒരു പ്രധാന തർക്ക വിഷയത്തിന് ഈ പുതിയ മാനദണ്ഡത്തിലൂടെ പരിഹാരമാവുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ മറ്റൊരു നിർണായകമായ സാങ്കേതിക പരിഷ്കാരമാണ് വോട്ടർ പട്ടിക പരിപാലനത്തിൽ അവതരിപ്പിച്ച ഇ-സൈൻ സംവിധാനം. വോട്ടർമാരുടെ പേര് ചേർക്കുന്നതിലും നീക്കം ചെയ്യുന്നതിലും തിരുത്തലുകൾ വരുത്തുന്നതിലുമൊക്കെ തന്നെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ പുതിയ സംവിധാനം അനുസരിച്ച് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട അപേക്ഷകളിൽ ആധാറുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ സ്ഥിരീകരണം നിർബന്ധമാക്കിയിട്ടുണ്ട്. പ്രാദേശിക തലത്തിലെ ഉദ്യോഗസ്ഥരായ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് EROമാർക്ക് മുൻപ് മതിയായ രേഖകളോ തെളിവുകളോ ഹാജരാക്കാതെ തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യാനുള്ള വിവേചന അധികാരം ഉണ്ടായിരുന്നു. ഈ അധികാരം ചിലപ്പോഴെങ്കിലും രാഷ്ട്രീയ ഇടപെടലുകൾക്ക് വഴിവെക്കാനും എതിർ വോട്ടർമാരെ ഒഴിവാക്കാനുമുള്ള സാധ്യതകൾ സൃഷ്ടിച്ചിരുന്നു. പ്രതിപക്ഷ നേതാക്കളുടെ നിരന്തരമായിട്ടുള്ള ഇടപെടലുകളെയും ആവശ്യങ്ങളെയും തുടർന്നാണ് ഈ അധികാരം നിയന്ത്രിക്കാനുള്ള ഡിജിറ്റൽ സംവിധാനം കമ്മീഷൻ കൊണ്ടുവന്നത്. വോട്ടർമാരുടെ തിരിച്ചറിയൽ വിവരങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കിക്കൊണ്ട് വോട്ടർ പട്ടികയുടെ കൃത്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കുകയാണ് ഈ ഒരു ഇ-സൈൻ സംവിധാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ രണ്ട് പരിഷ്കാരങ്ങളും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട സംശയങ്ങൾക്ക് വിരാമമിടാനായിട്ട് സഹായകമാകും എന്ന് നിരീക്ഷിക്കപ്പെടുന്നു. ഈ രണ്ട് സുപ്രധാന തീരുമാനങ്ങളും പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിക്കാണിച്ച വിഷയങ്ങളോടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനത്തിലെ ആ ഒരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ ഭരണപക്ഷത്തിൻ്റെയോ പ്രതിപക്ഷത്തിൻ്റെയോ താല്പര്യങ്ങൾക്ക് അതീതമായി നിഷ്പക്ഷത പാലിക്കേണ്ടതുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാനുള്ള കമ്മീഷന്റെ സന്നദ്ധത തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിനും സ്ഥാപനത്തിൻ്റെ സ്വയംഭരണ സ്വഭാവം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിനും സഹായകരമായി മാറും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ പുതിയ മാർഗനിർദ്ദേശങ്ങൾ എത്രത്തോളം ഫലപ്രദമായിട്ട് നടപ്പാക്കപ്പെടുന്നുവെന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ അടുത്ത ഘട്ടത്തിലെ സുതാര്യതയെ നിർവചിക്കുന്നതിൽ ഏറെ നിർണായകമായി മാറും.